ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ്, നമസ്കാരം ഫ്രണ്ട്സ്. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനം ഓടിച്ചു തുടങ്ങുന്ന ചില ആൾക്കാരെ സംബന്ധിച്ച് ഡ്രൈവിങ്ങിൽ പലപ്പോഴും ഈ ഒരു പ്രോബ്ലം ഒരുപാട് പേരെ അലട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വാഹനം റോഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യും, അത്യാവശ്യം ചെറിയ കയറ്റങ്ങളിലൊക്കെ വാഹനം എടുക്കും. പക്ഷെങ്കിൽ കയറ്റത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കാനേ കഴിയത്തില്ല, നിരന്തരം വണ്ടി ഓഫായി പോകും. എന്നാൽ ചെറിയ കയറ്റങ്ങളിൽ വരുമ്പോൾ വണ്ടി എടുക്കും, അത്യാവശ്യം മെയിൻ റോഡുകളിലും അല്ലാത്ത റോഡുകളിലൊക്കെ ഡ്രൈവ് ചെയ്തു പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വലിയ കയറ്റങ്ങളിൽ ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ടുള്ള 2-3 ട്രിക്കുകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കാനായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കഴിയും. അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറ്റങ്ങളിൽ വാഹനം എടുക്കാനായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചെറിയ കയറ്റങ്ങളിലൊക്കെ എടുക്കാം, ഇത്തിരി കയറ്റത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലാണ് പല ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കയറ്റങ്ങളിൽ വാഹനം ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് ഒരു മെത്തേഡ് മാത്രമല്ല നമുക്ക് ഡ്രൈവിങ്ങിലുള്ളത്. 2-3 മെത്തേഡുകളുണ്ട്. ഈ 2-3 മെത്തേഡുകളും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ വാഹനം എടുക്കുക. ഈ അറിവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കയറ്റങ്ങളിൽ വാഹനം എടുക്കുന്ന സമയത്ത്. അപ്പം ഞാനത് നിങ്ങളിവിടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കാം. ഇതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ വണ്ടി നിൽക്കുന്നത് ചെറിയ കയറ്റമാണ്, എന്നാൽ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല കയറ്റത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് വരും. അപ്പോൾ അവിടെയും എടുക്കുന്ന 2-3 മെത്തേഡുകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കാണുക. എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കയറ്റത്ത് വണ്ടി നിന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ ശ്രദ്ധയോടെ വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കണം. ടെൻഷൻ ആകരുത്, മൈൻഡ് വിട്ടു പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം. ഇവിടെ നിങ്ങൾ നോക്കി, എൻ്റെ വണ്ടിയിൽ AC കിടപ്പുണ്ട്. ഞാൻ AC ഇട്ടുകൊണ്ട് കയറ്റത്തെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പവറിൽ ഇത്തിരി വേരിയേഷൻ വരും, വണ്ടി എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, AC ഉണ്ടെങ്കിൽ AC ഓഫ് ചെയ്ത് കൊടുത്തേക്കണം. ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുക. എന്നിട്ട് ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നോർമൽ കണ്ടീഷനിൽ വണ്ടി എടുക്കണം. ഇപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നോർമൽ കണ്ടീഷനിൽ വണ്ടി എടുക്കണം. നോർമൽ കണ്ടീഷനിൽ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഓർത്ത് ചെയ്യണം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ചവിട്ടി പിടിക്കണം. മനസ്സിലായല്ലോ? ബ്രേക്ക് ചവിട്ടി പിടിക്കുക, കാലെടുത്ത് മാറ്റാൻ പാടില്ല. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് മാറ്റാൻ പാടില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ്. അത് പ്രോപ്പർ പോയിന്റ് കണ്ടുപിടിക്കണം. അതായത് ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് ഇടത്തെ കാല് ഫ്രീ ആക്കുക, ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ. ഇത് ഓരോ മെത്തേഡാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. ഇത് ബേസ് മെത്തേഡാണ് ആദ്യം പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ച് കാണുക. ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു. ഈ പോയിന്റ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വൈബ്രേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വണ്ടി നീങ്ങാൻ തുടങ്ങുന്നത്. ഈ വൈബ്രേഷൻ്റെ നല്ല വൈബ്രേഷൻ ലെവലിനെ ഇടത്തേക്കാൽ ഉപയോഗിച്ച് ക്ലച്ചിൽ ബാലൻസ് ചെയ്ത് പഠിക്കണം. ഏറ്റവും ആദ്യം നമ്മൾ ചിലപ്പോൾ ക്ലച്ചിൽ ബാലൻസ് ചെയ്ത് വരുമ്പോൾ വണ്ടി ഓഫായി പോകും, ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുമ്പോൾ. അപ്പോൾ ഈ ഓഫ് ആകാത്ത പോയിന്റിനെ നിരന്തരം കയറ്റങ്ങളിൽ വന്ന് നിങ്ങൾ ഇടത്തേക്കാൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. മനസ്സിലായി? ഇപ്പോൾ കറക്റ്റ് ആ പോയിന്റിൽ വന്ന് നിൽക്കുകയാണ്. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. മനസ്സിലായോ? അവിടെ നമ്മളുടെ ഈ ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് കാലയാൻ പാടില്ല, അവിടെ തന്നെ കാൽ അങ്ങനെ ഇരിക്കണം. ബ്രേക്കിൽ നിന്ന് മാത്രം കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ആക്സിലറേഷൻ്റെ റോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലച്ചിൽ നിന്ന് കാല് ഒരു കാരണവശാൽ ഇത്തിരി പോലും അയയാൻ പാടില്ല. ആക്സിലറേഷൻ എപ്പം മുന്നോട്ട് കൊടുത്തോ, മുന്നോട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് വാഹനം ഒരു 1-2 വണ്ടി സ്പേസ് മുന്നിലുണ്ടെങ്കിൽ അത്രയും ദൂരം വാഹനം നീങ്ങിയതിന് ശേഷം മാത്രമേ ആക്സിലറേഷൻ കുറയ്ക്കാവുള്ളൂ. ശ്രദ്ധിക്കുക. അല്ലാതെ ആക്സിലറേഷൻ ഇത്തിരി കൊടുത്താൽ ഉടൻ തന്നെ വണ്ടി നീങ്ങിന്ന് കരുതി ആക്സിലറേഷൻ കുറയ്ക്കാൻ പാടില്ല. മനസ്സിലായോ? ആക്സിലറേഷൻ കൊടുത്ത് ഇത്തിരി ദൂരം നീങ്ങിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കാൻ പാടുള്ളൂ. ഇനി ഇവിടെ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്നും മെല്ലെ കാലയക്കും, പെട്ടെന്ന് എടുക്കരുത്. ആക്സിലറേഷൻ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയച്ച് വണ്ടി ഒരു ഇത്തിരി ദൂരം നീങ്ങിയതിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ടും ക്ലച്ചിൽ നിന്ന് കാലെടുക്കാവുള്ളൂ, പൂർണ്ണമായിട്ടും ആക്സിലറേഷൻ കൊടുക്കാൻ പാടുള്ളൂ. ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ പല ആൾക്കാർക്കും ക്ലച്ചിൽ നിന്ന് കാല്
പെട്ടെന്ന് എടുക്കും, ആക്സിലറേഷൻ ഇത്തിരി കൊടുക്കും, വണ്ടി ഓഫായി പോകും. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മൂവ് ആക്കിക്കൊണ്ട് ക്ലച്ച് ചെയ്യുന്ന എന്ത് ചെയ്തു, പതിയെ കാലയച്ചപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ വാഹനം ഇതുപോലെ വളരെ സുഖകരമായിട്ട് നീങ്ങി. ഇത് ആദ്യത്തെ മെത്തേഡ്. ഓക്കെ, ഇനി ഈ മെത്തേഡ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഈ മെത്തേഡ് ഏൽക്കുന്നില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു മെത്തേഡ് ഉണ്ട്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, നിങ്ങളെ കാണിച്ചു തരാം. അതിനുവേണ്ടി എൻ്റെ വണ്ടി ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുകയാണ്. ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് അങ്ങ് വലിച്ചിടുക. എന്നിട്ട് മേളിലേക്ക് ഈ ഹാൻഡ് ബ്രേക്ക് ബട്ടൺ ഇങ്ങനെ വലിച്ച് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ബട്ടണെ വലിച്ചിങ്ങനെ പിടിച്ചേക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാല് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിക്കൂ. പല ആൾക്കാർക്കും ബ്രേക്കിൽ നിന്ന് റോൾ ആകുമ്പോഴാണല്ലോ പ്രശ്നം. എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് നല്ല രീതിയിൽ കൊടുത്തു പിടിക്കുക. അതായത് നല്ല കയറ്റമാണെങ്കിൽ എന്ത് ചെയ്യണം, ഇത്തിരി കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തു പിടിക്കുക. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇതുപോലെ വരിക. ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. എന്നിട്ട് ക്ലച്ച് ചെയ്യാൻ നയിക്കുമ്പോൾ എന്ത് ചെയ്തു, ഇതുപോലെ നമ്മളോട് വാഹനം നീക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. പുറകിലൊരു വണ്ടി വരുന്നുണ്ട്. ഇവിടെ ഞാൻ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് വീണ്ടും കാണിക്കാം. ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് വലിച്ചിങ്ങനെ പിടിക്കുന്നു. ഓക്കെ, ബ്രേക്കിൽ നിന്ന് ധൈര്യമായിട്ട് കാലെടുക്കാം. ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നു, കാരണം പവർ വേണം വണ്ടി കയറാനായിട്ട്. ആക്സിലറേഷൻ നന്നായിട്ട് ചവിട്ടി പിടിക്കുന്നു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നു. അപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുമ്പോൾ വണ്ടി നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി വാഹനത്തിൻ്റെ ഉള്ളിൽ കാണിക്കും. പക്ഷേങ്കിൽ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നതുകൊണ്ട് വണ്ടി നീങ്ങത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്തോണ്ട് എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുക. സെയിം ടൈമിൽ ഈ ഹാൻഡ് ബ്രേക്കും കൂടെ പതിയെ റിലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് വാഹനം കയറ്റത്തെടുക്കാനായിട്ട് കഴിയും. ഇത്തിരി നീങ്ങി കഴിഞ്ഞിട്ട് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി അടുത്തൊരു മെത്തേഡ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഹാൻഡ് ബ്രേക്ക് ഒന്നും ഇല്ലാത്ത വാഹനങ്ങളിലൊക്കെ പണ്ട് ജീപ്പിലൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതായത് നല്ല കയറ്റങ്ങളിലൊക്കെ വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇല്ലല്ലോ, വണ്ടി ബാക്കിലേക്ക് റോളാകും. അപ്പം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ എടുക്കാനും പാടില്ല. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് ആദ്യം എന്ത് ചെയ്യും, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരും ഇതുപോലെ. എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കാല് ചെരിച്ച് ചവിട്ടിയിട്ട് ആക്സിലറേഷൻ കൊടുക്കും. ബ്രേക്കിൽ കാല് വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് ആക്സിലറേഷൻ പെഡലിലേക്ക് ഇങ്ങനെ കാല് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കും. ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഇടത്തെ കാല് നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതുണ്ട് കയറ്റത്ത് ബ്രേക്ക് ഇല്ലാതെ ഇങ്ങനെ നിർത്താൻ കഴിയും. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ക്ലച്ച് ചെയ്യാൻ നയിക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ നമുക്ക് മുന്നോട്ട് നീക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ 3 മെത്തേഡുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡ്രൈവിങ്ങിൽ ഹാഫ് ക്ലച്ചിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ചെറുതല്ല. അതിന് കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അത്യാവശ്യം ഒരു നേരെയുള്ള റോഡിലൊക്കെ നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വാഹനം ഓടിക്കും, വീതിയുള്ള റോഡിൽ ഓടിക്കും. പക്ഷേങ്കിൽ ഒരു വില്ലേജ് റോഡിലേക്ക് വന്നു, ഇതുപോലെ കയറ്റവും ഇറക്കവും ഗട്ടറും ഉള്ള റോഡിലേക്ക് വന്നു, പലപ്പോഴും വാഹനം നിർത്തിയെടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ച് പല ആൾക്കാർക്കും കിട്ടത്തില്ല. അതുകൊണ്ട് ഈ 3 മെത്തേഡുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം എന്ത് ചെയ്യണം, നോർമൽ മെത്തേഡിൽ ക്ലച്ചിൽ ആക്സിലറേഷനുമായിട്ട് വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നടന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായത്തോടെ എടുക്കുക. ഈ 3ാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞ പോലെ ചെരിച്ച് ചവിട്ടിക്കൊണ്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് ചെരിച്ച് ചവിട്ടിക്കൊണ്ട് എടുക്കുന്നത് സാധാരണ പഴയ ജീപ്പുകളിലൊക്കെയാണ്. കാരണം ഈ ജീപ്പുകളിൽ ഹാൻഡ് ബ്രേക്ക് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുത്തനെയുള്ള കയറ്റത്തൊക്കെ വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള വാഹനങ്ങളിലായിരുന്നു നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഈ 3 മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്നതിൻ്റെ, കയറ്റത്ത് ഓഫായി പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങളിൽ പല ആൾക്കാരും ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് കയറ്റത്ത് ഹാഫ് ക്ലച്ച് ഒക്കെ കണ്ടുപിടിക്കും. പക്ഷെങ്കിൽ വാഹനം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ആ പെഡലിലേക്ക് തന്നെ വരുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കും. അങ്ങനെ അയക്കരുത്. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കയറ്റത്ത് കാലയച്ചാലേ വണ്ടി നീങ്ങത്തുള്ളൂ. ആക്സിലറേഷൻ പെഡലിലേക്ക് വരുന്ന സമയത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വണ്ടിക്ക് മുന്നോട്ട് കയറാനായിട്ടുള്ള ആക്സിലറേഷൻ വന്നിട്ടില്ല. അപ്പോൾ വണ്ടി ഓഫായി പോകും. അപ്പം ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ള സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒറ്റയടിക്ക് കാലയക്കാതെ പതിയെ ഒരു 3-4 സെക്കൻഡ് കൊണ്ട് പതുക്കെ കാലയക്കുക. 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ലേറ്റൻസി അല്ല, നമ്മൾ പതിയെ കാലയച്ചാൽ മതി. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വാഹനം കയറ്റത്തെടുത്തു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.